ചർച്ച നടത്തും. കാരണം ഈ അതിരൂപതയിൽ വൈദികരെ പോലെ തന്നെ തുല്യമായ പങ്കാളിത്തമായ അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായത്തിന് വിലയും ഇവിടുത്തെ വിശ്വാസികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൽമായ നേതൃത്വത്തെ തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങളെ കണ്ടതുപോലെ അവരെയും കാണുമെന്ന് പിതാവ് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം വൈദികരുടെ ട്രാൻസ്ഫറാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, അതായത് അതിരൂപതയിൽ കാനോനിക സമിതികളൊന്നും നിലവിലാതിരിക്കുകയും പ്രത്യേകിച്ച് ട്രാൻസ്ഫർ കമ്മിറ്റി എന്ന ഒരു അജപാലന ഒരു സംവിധാനം ഈ അതിരൂപതയിലുണ്ടായിരുന്നു. അപ്പോൾ അതും ആൻഡ്രൂസ് പിതാവിൻ്റെ സമയത്ത് അത് നിർത്തലാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാനോനിക സമിതികളും ഈ ട്രാൻസ്ഫർ കമ്മിറ്റിയും അതും അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിലവിൽ വന്നതിന് ശേഷം ആയിരിക്കും ജനറൽ ട്രാൻസ്ഫർ ഉണ്ടാകുക. കാരണം ഒരു 100-200 അച്ഛന്മാരെയും അതുപോലെ ഇടവകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മെയ് മാസത്തിലേക്ക്, ഈസ്റ്റർ കഴിഞ്ഞിട്ട് മെയ് മാസത്തിലേക്ക് മാറ്റാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ പട്ടം കിട്ടിയ 16 നവവൈദികർ, ആ നവവൈദികരുടെ അപ്പോയിൻമെൻറ്റ് പുതിയ കൂരിയ വന്നതിന് ശേഷം ഉടനെ ഉണ്ടാകുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട്. അതിരൂപതയിലെ എല്ലാ വൈദികരെയും 4 സോണുകളായി തിരിച്ച് കണ്ട് സംസാരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ മീറ്റിങ്ങിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഈ അതിരൂപതയെ ആഴത്തിൽ അറിയുന്ന സീനിയർ വൈദികരെ ആദ്യം ആർച്ച് ബിഷപ്പ് കാണുന്നതാണ്. അതിനെ തുടർന്ന് ഈ 4 സോണുകളിലായിട്ട് തിരിച്ച് എല്ലാ വൈദികരെയും കേൾക്കുന്നതാണ്. പുതിയ കൂരിയ നിയമനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം പിതാവ് ആശയപരമായിട്ട് സ്വാഗതം ചെയ്തു. അതായത് ഈ കഴിഞ്ഞ 2 കൂരിയ, അതായത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും ബിഷപ്പ് ബോസ്കോയും നിയമിച്ച കൂരിയ, ആ നിയമനത്തിന്, ആ കൂരിയയിലെ വ്യക്തികളെ നിയമിക്കുന്നതിന് അവരെടുത്ത മാനദണ്ഡങ്ങൾ ആകരുത് എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചു. മറിച്ച് ഈ അതിരൂപതയുടെ സമഗ്രമായ അജപാലന സാഹചര്യം, സമഗ്രമായ അജപാലന നന്മ ഉദ്ദേശിച്ചുള്ള മാനദണ്ഡങ്ങളായിരിക്കണം പുതിയ കൂരിയയെ നിയമിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുക. അത് സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെ വത്തിക്കാന് നൽകിയ റിപ്പോർട്ടുകളിൽ രഹസ്യമായും പരസ്യമായും നൽകിയ കത്തുകൾ, പ്രത്യേകിച്ച് ഒരു കത്ത് രഹസ്യമായി നൽകിയത് അത് ലീക്ക് ചെയ്ത് പുറത്തു വന്നിരുന്നു. അതിനെ ബേസ് ചെയ്ത് മാർപ്പാപ്പ നൽകിയ വീഡിയോയിൽ വസ്തുതാപരമായ തെറ്റുകൾ കടന്നുകൂടിയിരുന്നു. ഇതുപോലെ മറ്റ് പല റിപ്പോർട്ടുകളിലും ഉള്ള വത്തിക്കാൻ കാര്യാലയങ്ങളെയും ഈ അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ പിതാവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പോൾ പിതാവ് അതിനെ സംബന്ധിച്ച് വസ്തുതാപരമായ റിപ്പോർട്ട് വത്തിക്കാന് നൽകുന്നതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.